ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായി വിശുദ്ധ ബൈബിൾ നമുക്ക് തുറക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനമാണ് ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനമാണ് നമ്മളിന്ന് ധ്യാനിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് ആ വചനം വായിച്ച് കേൾക്കാം. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ചു, ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു. ഒരു ദൈവമനുഷ്യന്റെ ജീവിതത്തിൽ നടന്ന അതിപ്രധാനപ്പെട്ട ചില വിടുതലുകളെ കുറിച്ചുള്ള വാർത്തയാണ് ഇന്നത്തെ വചന ധ്യാനം. നിങ്ങൾക്കറിയാം, കർത്താവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. ആ ശിഷ്യന്മാരിൽ വെച്ച ഏറ്റവും കൂടുതൽ ദൈവം സ്നേഹിച്ചതും ദൈവത്തെ സ്നേഹിച്ചതും ഒരു ദൈവമനുഷ്യനാണ് പത്രോസ്. കർത്താവ് വേദപുസ്തകത്തിൽ പേര് മാറ്റിയിട്ട വിരളെണ്ണാനുള്ള ചിലർ മാത്രമേ ഉള്ളൂ. അതിലൊരുവനാണ് പത്രോസ്. അവൻ്റെ പേര് ദൈവം മാറ്റിയിട്ടു. ശൂന്യമായ പടക് തേടിച്ചെന്ന് അവൻ്റെ പടകിൽ കയറിയിരുന്ന് വചനം പറഞ്ഞിട്ട് അവൻ്റെ പടകിൻ്റെ ശൂന്യത മാറ്റിയിട്ട് ഒരു പ്രവചനം കൂടെ അവനോട് നടത്തി. മീനെ പിടിക്കുന്ന നീ പടകും വലയും വിട്ട് എൻ്റെ പുറകെ വാ. നീ എന്നെ മീനെ പിടിക്കുന്നവനല്ല, നീ മനുഷ്യനെ പിടിക്കുന്നവനാവും. പ്രവചന ശബ്ദത്താൽ കർത്താവിൻ്റെ പുറകെ പത്രോസ് ഇറങ്ങി തിരിച്ചു. നമ്മൾ മുന്നോട്ട് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. സ്തോത്രം. കർത്താവിൻ്റെ കൂടെ എപ്പോഴും ശുശ്രൂഷയിൽ പത്രോസ് നടക്കുക. എന്നാൽ തൻ്റെ ജീവിതത്തിലെ ബലഹീനതയെന്ന് പറയാം, കർത്താവിനെ തള്ളിപ്പറയേണ്ട സാഹചര്യം തൻ്റെ ജീവിതത്തിലുണ്ടായി. എന്നാൽ തള്ളിപ്പറഞ്ഞ പത്രോസ് കർത്താവിൻ്റെ ഒറ്റ നോട്ടത്തിൽ പൊട്ടിക്കരഞ്ഞ് കർത്താവിലേക്ക് തിരിച്ചു വന്നു. ഹല്ലേലൂയ. എന്നാൽ ഇനി നമ്മൾ ചരിത്രം മുന്നോട്ട് പഠിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, പിതാവിനോട് കേട്ട വാഗ്ദത്തം പ്രാപിക്കാതെ നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുത്. അങ്ങനെ അവരവിടെ പ്രാർത്ഥിക്കാനായിട്ട് കൂടിയിരുന്ന കാര്യം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലുണ്ട്. വായിക്കണ്ട, നിങ്ങൾ എന്നെ നോക്കിയിരുന്നാൽ മതി, ഞാൻ പറയാം. അങ്ങനെ 120 പേർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം അവരുടെ മേൽ വന്നു. തന്നോട് മുമ്പ് എന്തെല്ലാം പ്രവചനങ്ങൾ പറഞ്ഞു, ആ എല്ലാ പ്രവചനങ്ങളും ഈ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഇവരുടെ മേൽ നിറവേറാൻ തുടങ്ങി. സ്തോത്രം. പിന്നെ നിങ്ങൾ മുന്നോട്ട് നോക്കുമ്പോൾ ശുശ്രൂഷയിൽ പത്രോസിനൊരു കുതിച്ചുചാട്ടമായിരുന്നു. സ്തോത്രം. സുന്ദരൻ ദേവാലയ ഗോപുര വാതുക്കൽ ഭിക്ഷയെടുക്കുന്നവനെ ഭിക്ഷ കൊടുക്കാൻ പ്രാപ്തനാക്കി മാറ്റി. ഹല്ലേലൂയ. വലിയ പീഡനങ്ങളൊക്കെ ഉണ്ടായി. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പം പത്രോസിൻ്റെ നെഴല് തട്ടുമ്പം രോഗി സൗഖ്യമാകുക. അങ്ങനെ ശുശ്രൂഷയുടെ അത്യുച്ചകോടിയിലേക്ക് കയറി നിൽക്കുന്ന പത്രോസിന് 12-ാം അധ്യായത്തിൽ ഒരു പ്രതിബന്ധം നേരിട്ടു. ഞാൻ ഇനി ദൂത് തുടങ്ങുക. ഒരു പ്രതിബന്ധവും നിന്നെ തകർക്കാനല്ല, നിന്നെ വിടുവിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് നിന്റെ ജീവിതത്തിൽ മനസ്സിലാക്കി തരാനാ. ഈ ആത്മീക ജീവിതം എപ്പോഴും ഒരുപോലല്ല. ഹല്ലേലൂയ. ആർക്കുമില്ലാത്ത പ്രതിസന്ധി നിനക്ക് വരുമ്പം നീ ഓർത്തോണം, ആരും പ്രാപിക്കാത്ത വിടുതൽ നീ പ്രാപിക്കാൻ പോവാ. ഹല്ലേലൂയ. ഒറ്റപ്പെടലും പ്രതിസന്ധിയൊക്കെ വരുമ്പം നീ അവിടെ കൊണ്ട് തീർന്നെന്ന് നീ തന്നെ ചിന്തിക്കരുത്. തീരുവല്ല, വലിയ ദൈവപ്രവൃത്തി നിങ്ങളിൽ തുടങ്ങുക. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇപ്പോൾ പത്രോസിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായി. ആ പ്രതിസന്ധിയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച വിടുതലാണ് ഇന്ന് വായിച്ച വേദവാക്യം. നമ്മൾ 12-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്ന 2 ആശയങ്ങളായി ഈ വാക്യത്തിൽ, ഈ 11-ാം വാക്യത്തിൽ നിന്ന് ഞാൻ പറയുന്നത്. ഒന്ന്, ശത്രുവിൻ്റെ കറുത്ത കരങ്ങളിൽ കുടുങ്ങിപ്പോയ പത്രോസിനെ ദൈവം വിടുവിക്കുന്നു. 2, ഹല്ലേലൂയ, ശത്രുവിൻ്റെ പ്രതീക്ഷകളിൽ വിടുവിക്കാൻ ദൈവം ഇറങ്ങി വരുന്നു. ഹല്ലേലൂയ. ഈ 2 ദൂതാണ് അല്പസമയം നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. പ്രാർത്ഥനയോടെ ഇരുന്നാൽ, സ്തോത്രം, ഹമി
എൻ്റെ ജീവിതത്തിൽ ഈ കുരുക്ക് എന്നഴിയുമെന്ന് ചോദിച്ച ചിലരോട് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. ആ കുരുക്കഴിക്കാൻ കർത്താവിന് കഴിയും. നിന്നെ പുറത്തെടുക്കാൻ ദൈവത്തിന് കഴിയും. നീ ഇല്ലായ്മപ്പെടാൻ പോകുമല്ല, നിന്നിൽ ഭയങ്കര കാര്യങ്ങൾ നടക്കാൻ പോകുകയാണ്. അത് മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നമുക്ക് വളരെ പ്രതീക്ഷയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. എനിക്ക് ദൈവം ഒരു ഉറപ്പ് തരികയാണ്. ആരുടെയൊക്കെയോ ജീവിതത്തിൽ ഒരിക്കലും അഴിയാത്ത കുരുക്കൊക്കെ ഇന്നത്തെ പ്രാർത്ഥനയിൽ അഴിയണം. ഒരിക്കലും മാറാത്ത പല ബാധകളും ഇന്നത്തെ പ്രാർത്ഥനയിൽ നിന്റെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകണം. അത് മാറിപ്പോകണമെങ്കിൽ ശക്തമായ പ്രാർത്ഥന വേണം. നമ്മൾ ഈ വാക്യത്തിലോട്ട് വരുമ്പം 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പം അവിടെ പഠിക്കാൻ കഴിയുന്ന കാര്യമുണ്ട്. അക്കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഹെരോദാവിൻ്റെ കരം ദൈവസഭയോട് ബന്ധപ്പെട്ട് ചിലരുടെ മേൽ നീണ്ടു വരാൻ തുടങ്ങി. സ്തോത്രം. അവനെ ഓരോരുത്തരെ ഈ ഹെരോദാവ് പിടിച്ച് ഇല്ലായ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ ആ വചനം പഠിക്കുമ്പം അങ്ങനെ അവൻ പത്രോസിനെയും പിടിച്ചു. സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നൊരു ദൂത് പറയാൻ പോവുക. നിന്നെ കുരുക്കാൻ ഒരാളുണ്ടെങ്കിൽ ആ കുരുക്കഴിക്കാനും ഒരാളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല നിലകളിൽ കുരുങ്ങിക്കിടക്കുന്നവർ ഈ പ്രാർത്ഥനയിൽ കാണാം. പക്ഷെ എന്നോട് ദൈവാത്മാവ് പറയുന്നൊരു ദൂത്, ആര് കുരുക്കിയാലും ആ കുരുക്കഴിക്കാൻ കർത്താവിന് കഴിയും. അപ്പോൾ അതുകൊണ്ട് കുരുക്കുന്നവൻ കരുത്തനാന്നോർത്ത് നീ പേടിക്കണ്ട. അവന് കുരുക്കാൻ അറിയാമെങ്കിൽ കർത്താവിന് ആ കുരുക്കിൽ നിന്ന് നിന്നെ വളരെ അത്ഭുതകരമായി പുറത്തെടുക്കാൻ ദൈവത്തിന് കഴിയും. മനസ്സിലായി തുടങ്ങുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഒരുപക്ഷെ ഇന്നത്തെ ദൂത് കേൾക്കുമ്പം ഒരിക്കലും അഴിയത്തില്ലെന്ന് ചിന്തിച്ച പല കുരുക്കുകളും ഇന്നത്തെ പ്രാർത്ഥനയിൽ കർത്താവ് അഴിക്കും. എന്നോട് കർത്താവ് പറയാം, ദൈവത്തിൻ്റെ വിടുതൽ എന്താണെന്ന് ജനം അറിയാൻ പോവുക. ജനം എങ്ങനെയാണ് വിടുവിക്കപ്പെടുന്നതെന്ന് പരിശുദ്ധാത്മാവ് കാണിച്ചു തരാൻ പോവുക. ഞാൻ ഈ വചനം എടുക്കുമ്പം ഒരു സംഭവം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരികയാണ്. ഹല്ലേലൂയ. വളരെ നാളുകളിൽ ശുശ്രൂഷയിൽ പല ആവർത്തി എൻ്റെ കൂടെ വന്ന് പല സ്ഥലങ്ങളിൽ മാറി മാറി ശുശ്രൂഷയ്ക്ക് സംബന്ധിച്ച ഒരു സഹോദരനുണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററേ, ഞങ്ങളുടെ അയലോക്കത്തെ വീട്ടുകാർ കൊണ്ടെന്ന് ഞാൻ യോഗത്തിന് പോയ സമയത്ത് എനിക്കെതിരെ കേസ് കൊടുത്തു. സ്തോത്രം. എന്നെ തേടി യോഗം കഴിഞ്ഞ് വന്നപ്പോൾ പോലീസ് വന്നു. സ്തോത്രം. നീ ഇന്ന കാര്യങ്ങൾ അവരുടെ വീട്ടിൽ കയറി ചെയ്തു എന്ന് പറഞ്ഞ ആ കേസ്. സ്തോത്രം. ലേറ്റായി വന്ന സമയത്ത് നാട്ടിലുള്ളവർ പറഞ്ഞു, നിന്നെ പേര് ചോദിച്ച് പോലീസ് പോയിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പം വീട്ടിൽ പോവില്ലെന്ന് പറഞ്ഞു. ആ സഹോദരൻ എന്നെ വിളിച്ചു. ഞാൻ മറ്റൊരു മീറ്റിങ്ങിൽ കയറിയോണ്ട് എനിക്ക് രാത്രി 9:30 ആയപ്പോഴാണ് കോൾ എടുക്കാൻ ഇടയായത്. എടുത്തപ്പോഴത്തേക്ക് 80 പ്രാവശ്യം ആ ബ്രദർ എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, പാസ്റ്ററേ, ഞാൻ കുരുങ്ങി പാസ്റ്ററേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നെന്തായാലും നിങ്ങൾ വീട്ടിൽ പോകണ്ട, നിങ്ങൾ മറ്റൊരു സഹോദരൻ്റെ വീട് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം അവിടെ പോയി. സ്തോത്രം. അവിടെ ചെന്നപ്പം ഹല്ലേലൂയ, അദ്ദേഹത്തിന് നാളെ എന്ത് നടക്കുമെന്ന് അറിയത്തില്ല. താൻ വെളിരാജ്യത്തോട്ട് പോകാനായിട്ട് നാളുകൾ കൊണ്ട് കാത്തിരുന്ന് വിസായും വന്ന് ടിക്കറ്റും വന്നിരിക്കുക. 3 ദിവസം കഴിഞ്ഞ് യാത്രയാണ്. കേസായാൽ പോകാൻ പറ്റത്തില്ല. ഇവൻ്റെ യാത്ര തിരിച്ചറിഞ്ഞ് അയൽവക്കത്തുകാരെല്ലാം കൂടെ 1-2 കുടുംബങ്ങൾ ചേർന്ന് കുരുക്കിയതാണ്. സ്തോത്രം, സ്തോത്രം. ചുരുക്കി പറയാം, അദ്ദേഹം വേറൊരു വഴിയിലൂടെയൊക്കെ ആരെയൊക്കെയോ സ്വാധീനീകരിച്ച് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുവാനിടയായി. SIയോട് പറഞ്ഞു, സാറേ, ഞാനൊരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. ഞാനൊരു സ്ഥലത്ത് മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്തതായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്ത
അമ്മ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഞാൻ മീറ്റിങ്ങിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എസ് ഐ ചോദിച്ചു, മീറ്റിങ്ങിൽ എത്ര ദൂരെയായിരുന്നു? അവിടെ നിന്ന് 38 കിലോമീറ്റർ ദൂരെയാണ് മീറ്റിംഗ്. ഇവർ പറഞ്ഞത് ഉച്ചയ്ക്ക് 12 മണിക്ക് ഇവരുടെ വീട്ടിൽ കയറി ആക്രമിച്ചെന്നാ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. ആ എസ് ഐ ചോദിച്ചു, തെളിവ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. സാറേ, എൻ്റെ തരാൻ തെളിവൊന്നുമില്ല. കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോലീസ് അവിടെ മാറിയിരിക്കാൻ പറഞ്ഞു. പോലീസുകാർക്കും തോന്നി എന്തോ ഈ മനുഷ്യനൊരു ശുദ്ധഹൃദയമുള്ളവനാണ്. അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് അന്ന് മീറ്റിംഗ് പങ്കെടുത്ത പാസ്റ്ററെ വിളിച്ചു. പാസ്റ്ററെ, ഞാനവിടെ യോഗത്തിന് വന്നായിരുന്നല്ലോ പാസ്റ്ററെ, ആ സമയത്ത് ഞാനിവിടെ കയറിയെന്ന് പറഞ്ഞു. എന്നോട് സാറ് തെളിവുണ്ടോ എന്ന് ചോദിച്ചു. പാസ്റ്റർ പറഞ്ഞു, യൂട്യൂബിനകത്ത് നീ കയറിയിട്ട് അന്നത്തെ യോഗത്തിന് നീ മുമ്പിലിരിക്കുന്നത് വീഡിയോയിൽ ഫുൾ ടൈം നീ ഉണ്ട്.